കാൽവരി ക്രൂശിൽ ഒരു ദോഷിയായ മനുഷ്യൻ ശ്രേഷ്ഠനായി മാറുന്ന രംഗമാണ്. എല്ലാവരും കളിയാക്കുമ്പോൾ, എല്ലാവരും ദോഷിയെന്നെണ്ണുമ്പോൾ, ആ ദോഷി എന്ന അനുഭവത്തിൽ നിന്ന് ശ്രേഷ്ഠതയിലേക്ക് അവൻ മാറിയത് എങ്ങനെയാണ്? ഒരു കള്ളനായ മനുഷ്യൻ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടതിൽ ഒരുവൻ, അത് കർത്താവിനെ കളിയാക്കാൻ വേണ്ടി കൊണ്ട് തൂക്കിയതാ. ഇവനും കള്ളനാണ്, ഈ 3 പേരും കള്ളന്മാരാണെന്ന് വിധി എഴുതാൻ കൊണ്ട് തൂക്കിയതാ. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ? ഞാൻ പറയും, സത്യവേദ പുസ്തകത്തിലെ അല്ലെങ്കിൽ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ആരാധന നടന്നത് കാൽവരിയുടെ ക്രൂശിലാണ്. ഏറ്റവും മനോഹരമായ ആരാധന. അവിടെ ആൾക്കൂട്ടങ്ങളുടെ പിൻബലങ്ങളില്ല, കണ്ഠശുദ്ധിയോടുകൂടി പാടുന്നവരില്ല, തുതിഗീതങ്ങൾ പാടുന്നവരില്ല. ഒരുവൻ മാത്രം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ആരാധിച്ചു. അവനാണ് നമ്മൾ കള്ളനെന്ന് വിളിക്കുന്നവൻ. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു മനോഹരമായ ആരാധന. ഒരാരാധനയിൽ എന്തെല്ലാം വേണമോ അത് മുഴുവൻ അവിടെ നടന്നിട്ടുണ്ട്. ഒരാരാധനയിൽ നടക്കുന്ന മാനസിക പരിവർത്തനങ്ങൾ എല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അവസാനം ഒരാരാധനയിൽ മുഴങ്ങേണ്ട ശബ്ദം, നിത്യതയുടെ അവബോധത്തോടുകൂടി അവൻ വിളിച്ചു പറഞ്ഞു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണം.